3, 2, 1, go. ഫോൺ തുറന്ന പോഡ്കാസ്റ്റ്, റീൽസ്, ഇൻ്റർവ്യൂ, കാട്ടുചാടികൾ. വൈ ഷുഡ് ഐ? വെൽക്കം ടു മൈ ഷോ ഡിവൈൻ ഗോസ്പൽ. ബാക്കിയൊക്കെ വഴിയെ പറയാം. എല്ലാവർക്കും ഹായ് എവരിവൺ, വെൽക്കമിങ് യു ഓൾ. ഒന്നുകൂടെ പോച്ച. ഹായ് ഓൾ, വെൽക്കമിങ് യു ഓൾ ടു ദ എനർജി. ഓക്കെ, വിത്ത് യുവർ പെർമിഷൻ ഞാൻ എൻ്റെ ഗസ്റ്റിനെ വെൽക്കം ചെയ്യുകയാണ്. മിസ്റ്റർ ഡേവിഡ് ജോൺ. അജാ, താങ്ക് യു. വെൽക്കം ടു ഡിവൈൻ ഗോസിപ്സ്. എങ്ങനെയുണ്ട് പേര്, ടൈറ്റിൽ? പേര് കൊള്ളാം. ഗോസിപ്പ് എന്നുള്ളത് കൊണ്ട് നീയുമായിട്ട് ബന്ധപ്പെട്ട് വരും. പക്ഷേ ഡിവൈൻ എങ്ങനെ വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കരിയറിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. താങ്ക് യു ഷിജു അരൂർ സാർ, അച്ഛനെ പരിചയപ്പെടുത്തി തന്നതിന്. ഷിജു അരൂർ സാറിൻ്റെ അടുത്ത് എത്തിയത് ഷാൻ തുളസി എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത്, ഡയറക്ടർ ഷാൻ തുളസി. താങ്ക് യു അണ്ണ. പിന്നെ ഞാൻ പറഞ്ഞത് എത്തിച്ചത് അവരാണ്, പിന്നെ ചുമന്നത് നമ്മളാണ്. പിന്നെ സഹിച്ചത് നമ്മളാണ്, എത്തിച്ചത് അവരാണ്. പിന്നെ നിന്നെ എത്രയോ കാലം സഹിച്ച്. എൻ്റെ 2 ന്യൂ ഇയർ തുലച്ചത് ഇവരാണ്. അച്ഛാ, ഇത് 2025 ഈ ന്യൂ ഇയറിനെ നമ്മൾ ഒരുമിച്ചില്ലായിരുന്നല്ലേ? കഴിഞ്ഞ ന്യൂ ഇയർ നമ്മൾ ഒരുമിച്ചില്ലായിരുന്നു, അതുകൊണ്ട് ഈ വർഷം വലിയ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, അത് വിട്, ക്വസ്റ്റ്യൻ വിട്. സെറ്റപ്പ് അടിപൊളിയായിട്ടുണ്ടോ? നന്നായിട്ടുണ്ട്. പൈസ ഒന്നും നോക്കിയില്ല, ഞാൻ പറഞ്ഞു അവരുടെ എല്ലാം. പൈസ നോക്കിയില്ല, മുടക്കിയോളാം അവരോട് പറഞ്ഞു. അത് തന്നെ. ലൈറ്റൊക്കെ എങ്ങനെയുണ്ട്? തീരുന്നതിന് മുമ്പ് എടുത്തിട്ട് പോകുന്നു. മൈക്ക് എങ്ങനെ ഉണ്ട് അച്ഛാ? ഫുള്ളാണ്. അതിൻ്റെ അറ്റം പിടിച്ചു. ഇതൊക്കെ ഷോയ്ക്ക് വെച്ചേക്കുന്നത് വെച്ചാൽ അതാ ഈ മൈക്കാ പിടിക്കുന്നത്. ഇത് മറ്റേ സിനിമയിലേക്ക് ടെലിഫോൺ കണക്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. അല്ല, അതെ. ഓക്കെ, അപ്പോൾ അച്ഛാ വെൽക്കം ടു വീണ്ടും ഒന്നും കൂടെ ഡിവൈൻ ഗോസിപ്സ്. യെസ്, വിശുദ്ധ ഗോസിപ്പുകൾ. ഒരുപാട് ഗോസിപ്പുകൾ പറയാൻ പറ്റാമോ? അത് നീ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. അത് ഫോൺ വിളിക്കുമ്പോഴെല്ലാം നീ പറയുന്ന ഗോസിപ്പുകളായിരിക്കുമല്ലോ. അതിപ്പോ നീ അത് ഇപ്പൊ ലൈവ് ആക്കുകയാണ് അല്ലേ? അതായത് ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ പറയാണ്. വിശേഷങ്ങളിലേക്ക് കിടക്കാം നമുക്ക്. അച്ഛാ, ഇത് പോഡ്കാസ്റ്റ് അല്ല, ഇൻ്റർവ്യൂ അല്ല, പിന്നെ വൈ യു എന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ സന്തോഷമുള്ള നിമിഷങ്ങളിലും ദുഃഖത്തിലും എല്ലാം അച്ഛൻ ഉണ്ടായിരുന്നു. വേറെ ആരും ഇല്ല അച്ഛാ, പ്ലീസ്. ഓക്കെ അച്ഛാ, അച്ഛൻ്റെ വിശേഷങ്ങൾ പറ. എനിക്ക് അച്ഛനെ പേഴ്സണലി നന്നായിട്ട് അറിയാം. എനിക്കറിയാവുന്ന അച്ഛനെ പ്രേക്ഷകർക്ക് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. കാര്യം ഞാൻ റീസെൻ്റ്ലി നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് എൻ്റെ കാണാൻ കിട്ടണമായിരുന്നു. അടിച്ച് എന്നെ നശിപ്പിച്ച്. അങ്ങനെയല്ല അച്ഛാ, പറയാ അച്ഛാ. അച്ഛനെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞാൻ എന്നെ ഇപ്പം എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്? ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നുള്ളതാണോ? അല്ലല്ല, പിന്നെ സ്ഥലം പറയാ. എൻ്റെ ശരിക്കും സ്വദേശം കോട്ടയമാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് സെറ്റിൽ ആയിരിക്കുകയാണ്. ഞാനും വൈഫും മക്കള് ഹോസ്റ്റൽ ആണ്, പഠനം പരിപാടികളൊക്കെ. അത് നമുക്കും ജോലിയുണ്ട്, അവൾക്കും ജോലിയുണ്ട്. പിന്നെ ഫോൺ അഡിക്ഷൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് പിള്ളേർക്ക് പിള്ളേരെ ഹോസ്റ്റലോട് മാറ്റിയത്. ചാന ആ പ്രശ്നമില്ല, അതുകൊണ്ട്. പിന്നെ ഏതാ കറന്റ് വർക്ക് ചെയ്തത്? ഇപ്പൊ നമ്മൾ ഏഷ്യാനെറ്റില് ഇഷ്ടം മാത്രം, പിന്നെ സൂര്യ ടിവിയിൽ പ്രേമപൂജ. ഒരുപാട് ഫാൻസും പരിപാടിയൊക്കെ. ഇല്ല അമ്മ കേൾക്കുന്നില്ല. അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നീ ഇപ്പോൾ ലേറ്റസ്റ്റ് ചെയ്ത സിനിമ ബൾട്ടി അല്ലേ? ബൾട്ടി അത് റിലീസായ പടം ബൾട്ടി. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊത്തം അവാർഡ് പരിപാടികളാണ്, ഫെസ്റ്റിവൽ മൂവീസാണ്. കൊമേഴ്ഷ്യൽ മൂവി ആകെ ചെയ്ത ബൾട്ടിയാണ്. അതെന്ന് പറഞ്ഞാൽ അവർ വിളിച്ചപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, അൽഫോൺസ് ചേട്ടൻ അതിനകത്തൊരു ചായ അഡിക്റ്റാണ്. അൽഫോൺസ്. അപ്പം പുള്ളിയുടെ ടീ മേക്കർ പരിപാടിയാണ്, ബോൾട്ട് എന്ന് പറയും, ടെറർ ബോൾട്ട്. അപ്പം ചായ അഡിക്റ്റ് എന്ന് പറയുന്ന സാധനം അതിനകത്ത് രജിസ്റ്റർ ആയിട്ടില്ല. സിനിമ കാണുമ്പോൾ ഓൾറെഡി ചായ വന്നു കഴിഞ്ഞു. അച്ഛാ, എനിക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യമാണ്, ഞാൻ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, നല്ല ആക്ടർമാരിൽ ഒരാളാണ് നിങ്ങൾ. ഇല്ല വൈ സീരിയൽ തന്നെ സ്റ്റക്കായി പോയത്? നമ്മൾ സീരിയല് സ്റ്റക്കായി പോകാൻ കാരണം വെച്ചാൽ ഒന്ന് വരുമാനം എന്നുള്ളൊരു ഘടകമാണ്. നിന്നെ സംബന്ധിച്ച് നിനക്ക് ഫാമിലി ഇല്ല, നീ മാരീഡ് അല്ല, നിനക്ക് പിന്നെ നിന്നെ ആരും അന്വേഷിക്കാനില്ല. ചുമ്മാ അതൊന്നും ഞാൻ ചോദിച്ചതിന് മറുപടി. നീ വീട്ടിൽ നിന്ന് പോയാൽ മതി എന്ന് പറയാം നിന്റെ വീട്ടുകാരിക്കുന്നത്. പക്ഷെ നമുക്ക് തിരിച്ച് വീട്ടിലെത്തണം. അതല്ല, ഞാൻ നിങ്ങളുടെ ഒരു പൊട്ടൻഷ്യൽ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ കണ്ടിട്ടുള്ളതിൽ നല്ല ബേസ് വോയിസ് ഉള്ളൊരു മനുഷ്യനാണ് നിങ്ങൾ. നിങ്ങൾക്ക് നല്ല ക്യാരക്ടർ റോളുകൾ ചെയ്യാൻ പറ്റും. ഒരുപാട് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ രണ്ടും കൂടെ ചാൻസ് ചോദിച്ച പരിപാടിയൊക്കെ പോയിട്ടുണ്ട് പഴയ കാലങ്ങൾ. ഇപ്പം അച്ഛൻ
ട്രൈ ചെയ്യുന്നില്ലേ അത് വിളി എടാ, ഞാൻ അന്ന് ട്രൈ എന്ന് പറഞ്ഞാൽ നീയുള്ള ധൈര്യത്തിൽ ഞാൻ അന്ന് ഒരു ദിവസമല്ലേ നമ്മൾ പോയത്, ഒരു ദിവസം നിന്റെ കൂടെ 2-3 ലൊക്കേഷനിൽ ഞാൻ വന്നു. പക്ഷെ അവിടെ നിന്റെ കളികൾ കണ്ട് നമ്മൾ ഞെട്ടിപ്പോയി. ഒരു അതുകൂടെ പറയാമോ? വേണ്ട പറയണ്ട, അല്ല പറഞ്ഞോ. ഏറ്റവും ഫണ്ണി ആയിട്ട് തോന്നിയ ഒരു ഇൻസിഡന്റ് എന്താ നമ്മൾ രണ്ടുപേരോട്? ഞാനും ഇവനോട് ഇവന്റെ ധൈര്യത്തിൽ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ ഞങ്ങൾ ചാൻസ് ചോദിക്കാൻ പോയ സമയത്ത് ഞങ്ങൾക്കൊരു ഇങ്ങനെ അഭിനയിക്കണം എന്നുണ്ട്, ഇന്നതിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇന്നൊരു വേഷം കിട്ടുമോ എന്നാണല്ലോ നമ്മൾ കണ്ടേക്കുന്നത്. പക്ഷെ ഞാൻ ആദ്യം കണ്ട ഒരു ഭയങ്കര നാടകം എന്താണെന്ന് വെച്ചാൽ, ഇവൻ ആദ്യം ഇങ്ങനെ പയ്യൻ ഊട്ടിൽ വാച്ച് ചെയ്ത് ഇന്ന ആളാണ് ഇതിൻ്റെ അസോസിയേറ്റ് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അയാളുടെ പേരന്വേഷിക്കുമ്പോൾ പുള്ളിയുടെ പേര് രാജേഷ് എന്നല്ലാണെങ്കിൽ ഇവ നേരെ എന്നിട്ട് രാജേട്ടാ ഞാൻ എത്ര വിളിച്ചു രാജേട്ടാ ഇന്ന് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പുള്ളി പെട്ടെന്ന് ഒരുപാട് പേരുടെ കോൾ ചിലപ്പം പുള്ളി മിസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് പുള്ളി ആദ്യം ഒരു സോറി പറയും, അയ്യോ സോറി ഞാൻ തിരക്കിലായിരുന്നുണ്ടായിരുന്നു, എങ്ങനെ തന്നെ അറിയുന്നത്, പക്ഷേ ഞാൻ മറ്റേ ലൊക്കേഷൻ വന്നല്ല, അന്ന് നമ്മൾ കണ്ട് ഒരുപാട് സംസാരിച്ചു. അപ്പോൾ പുള്ളിക്ക് ഒരു സംശയം തോന്നുന്നു, പുള്ളി അപ്പോൾ പറയുമ്പോൾ നമ്മൾ അന്ന് അവിടെ മറ്റേ പറഞ്ഞിട്ട് അപ്പോൾ പുള്ളി പിന്നെ അങ്ങ് ക്ഷമാവണമായി, അയ്യോ സോറി കേട്ടോ, അത് കുഴപ്പമില്ല, ഇതിലെന്തെങ്കിലും നമുക്ക് ഉണ്ടാവുമോ എന്നാണ്. അപ്പോൾ ഞാൻ അന്തം വിട്ട് നോക്കിയിരിക്കുക, എന്തൊരു കള്ളത്തടാ എന്ന് കാണിക്കുന്നു. അങ്ങനെ 2 സെറ്റിൽ പോയി 3ാമത്തെ ചെന്നപ്പോൾ നീ വേറെടുത്ത് ചെന്ന്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ മടിച്ചിരിക്കുക. അപ്പോൾ നീ അയാളോട് ചോദിച്ചു, ചേട്ടാ ഞാൻ പിന്നെ നമ്മളന്ന് സംസാരിച്ചിരുന്നു, എപ്പോൾ അല്ല മറ്റേ ലൊക്കേഷനിൽ ആണോ? അതെ ഞാൻ കുറേ വിളിച്ചായിരുന്നു പക്ഷെ എടുത്തില്ല. ഏത് നമ്പറിലാണ് എൻ്റെ വിളിച്ചേ എന്ന് വെച്ചപ്പോൾ നീ പെട്ടെന്ന് അത് അല്ല എനിക്ക് 2 നമ്പറുണ്ട്, ഏത് നമ്പറിലാണ് നിങ്ങൾ വിളിച്ചതെന്ന് വെച്ചാൽ അവസാനം പുള്ളിയോട് പറഞ്ഞ് സോറി ചേട്ടാ ഞാൻ ആ ഫോൺ ഞാൻ മാറിയത്. എന്നിട്ട് തന്നെ പെട്ടെന്ന് ടവലെടുത്ത് വേർപ്പൊക്കെ തുടച്ച് ടെൻഷൻ അടിച്ച്. എനിക്ക് ഏറ്റവും പറയുന്നില്ല പേര്, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പുള്ളീനെ വിളിച്ചപ്പം പപ്പയായിട്ട് വെന്റിലേറ്ററില്ല പുള്ളി. അപ്പോഴേ നമ്മൾ നമ്മുടെ സൈഡേ ചിന്തിക്കത്തുള്ളൂ, അവരുടെ ആ ഒരു സൈഡ് അറിയില്ല. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടോ വെച്ചാൽ ചാൻസ് ചോദിക്കത്തില്ല. ഞാൻ കുറേ വർക്കുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതെ ഞാൻ അയച്ചിട്ടുണ്ട്, ഒന്ന് കയറി ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണമെന്ന് പറയും. അതിൻ്റെ താഴെ നമ്മൾ മറ്റേ സാധനം വയ്ക്കുമായിരിക്കും അല്ലേ, കൂപ്പെങ്കിലും എന്നെ ഒന്ന് പരിഗണിച്ചുകൂടെ. ഞാൻ ഓർമ്മ വരുന്നൊരു സാധനമുണ്ട് അച്ഛൻ അഭിനയം പഠിപ്പിച്ചു നമ്മുടെ, ഞാനല്ല അഭിനയം പഠിപ്പിച്ചത്. എൻ്റെ വേറെ സംഭവം പറഞ്ഞുതരാം. നമ്മൾ ആക്ടിവിറ്റി ചെയ്തു, അതായത് നമ്മുടെ മുൻപിൽ എന്തൊക്കെ ഇരിപ്പുണ്ട്, നമ്മൾ കള്ളു കുടിക്കുന്ന സീൻ. അപ്പം നീ തൊട്ട് നിൽക്കുന്നു, അതെടുത്ത് എൻ്റെ വായിൽ വെച്ച് വരുന്നു, നമ്മളത് ഒഴിക്കുന്നു, അടിക്കുന്നു. അപ്പോൾ ഇവൻ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇവനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്കിപ്പോൾ അത്രയും ദൂരം പോയി ഇവനെ കവർ ചെയ്തിട്ട് അവിടെ പോയി ഇതെടുത്ത് വായിലിടാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ ഏതെങ്കിലും ഒരു ഡയലോഗിന് ഒരു കൊതുകിനെ നമുക്കത് പറയാം, അങ്ങനെ ഒരു സാധനം ഇടാൻ പറയും. ഓക്കെ ഞാൻ ആക്ഷൻ പറയാം, ഡയലോഗ് പറയാം. റെഡി, ക്യാമറ റോൾ, ഏറ്റു ഇട്ടോ, റെഡി എവിടെ റെഡി അല്ലേ? ആണെന്ന്. ഓക്കെ റോൾ ക്യാമറ റോളിംഗ് സാർ, ആക്ഷൻ. നിങ്ങൾ 2 പേരും ഇത് എത്ര തവണ പറഞ്ഞാലും ഇത് മാറുന്ന കേസല്ല. പിന്നെ ഒരു പ്രധാന കാര്യം എനിക്ക് പറയാനുണ്ട്, നീ ഇവനും ഇങ്ങനെ തർക്കിക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ ഇടപെടുകയും ചെയ്യരുത്. എന്തോ കൊതുകിനടിച്ചില്ലേ? നീ കൊതുകിനടിക്കുന്നേ ഉള്ളൂ. കൊതുകിനടിച്ചതല്ലേ ഒപ്പനയാവും. ഇടയ്ക്ക് ഇവന്മാരെ നോക്കടാ, നോക്കഞ്ഞോ? അതൊരു ഫണ്ടി കഥ ഉണ്ടല്ലോ, അതുകൂടെ പറയാം. അത് വേറെ ആർട്ടിസ്റ്റിൻ്റെ അത് പറയും. അതായത് ഭയങ്കര മാസ് ആക്ഷൻസ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ്. പുള്ളിക്ക് അങ്ങനൊന്നും വേണ്ട, സെന്റിമെന്റ്സും വേണ്ട, പറ്റത്തില്ല, റൊമാൻസ് പറ്റത്തില്ല, അത് ഇഷ്ടമായിരിക്കും. പക്ഷേ പുള്ളിക്കെല്ലാം മാസമായിരിക്കണം. അതായത് പുള്ളി ചവിട്ടിയാൽ ജീപ്പോടെ നിൽക്കണം, പുള്ളി നോക്കിയാൽ അവിടെ അപ്പം അങ്ങനെ സാധനം ചെയ്യാൻ താല്പര്യമുള്ള ആള് ഭയങ്കര പാവമാണ്. പക്ഷെ അയാൾ ഒരു ഡയലോഗ് പറഞ്ഞ സമയത്ത് അയാൾ തെറ്റിച്ചു. അപ്പോൾ ഡയറക്ടർ ഭയങ്കരമായിട്ട് ഇയാളോട് ദേഷ്യപ്പെട്ടു. ഈ എന്തോ ഉണ്ടാകാനാണ് വരുന്നത്, മറ്റത് മറിച്ചത് പോളം എണീറ്റെന്ന് പറഞ്ഞ് നിൽക്കുന്ന വേറെ ഒരു സീരിയൽ അപ്പുറത്തെ ഷൂട്ട് നടക്കുന്നത്. അപ്പോഴേക്കും ഈ പുള്ളി അങ്ങ് ഡൗൺ ആയിപ്പോയി. നമ്മളൊക്കെ നിൽക്കുമ്പോഴേ ഈ ലേഡീസ് ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആർട്ടിസ്റ്റുകളുണ്ട്. അതാണ് തകരാൻ പ്രധാനമായിട്ട് കാരണം. അപ്പൊ ഞാൻ ആശ്വസിപ്പിക്കണമല്ലോ, നമ്മൾ എൻ്റെ കൂട്ടുകാരനാണല്ലോ, ഞാൻ നടാ നീ ഇവിടെ, അപ്പൊ ഇവിടെ അത് കാണിക്കാൻ പറ്റില്ല. ചാടി അവിടെ വയലന്റ് ആയിട്ട് കാര്യം ഞാൻ പറയാം, കാര്യം ഞാൻ പറഞ്ഞേക്കാം.
മറ്റോട് പറഞ്ഞേക്കണം, ഡയറക്ടറോട്. ആവശ്യമില്ലാതെ ഇങ്ങനെ ഉണ്ടാക്കാൻ വന്ന പള്ളക്കാൻ കയറ്റി ഞാൻ. ഇപ്പൊ 5 കലിപ്പോടെ കിടന്നു. ഞാൻ വലിച്ചു കീറി, ഞാൻ ഇങ്ങനെ വിറക്കി എന്റെ വിരൽ നോക്ക്, ദാവീദേ നീ ഒരുത്തം പറയണ. ഞാൻ ചേട്ടാ നീ അടങ്ങറ, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കില്ലേ. അവൻ എന്നോട് വല്ല സാധനവും പറഞ്ഞു വന്നാൽ അവിടെ വെച്ച് അവനെ ഇടിച്ചാൽ ഒതുക്കും. ഞാൻ പറഞ്ഞാൽ വേണ്ട, ചെയ്യരുത്, മാറി കാണും. മുന്നേ നടന്ന് ഞാൻ പുറകെ ചെല്ലുകയും പുള്ളി സെറ്റിലേക്ക് കയറുകയും അവിടെ നിന്ന് ഡയറക്ടർ ചോദിച്ചു, ഞാൻ 6 മണിയെടുത്ത് പോയിരിക്കുകയാണോ? പെട്ടെന്ന് തിരിച്ചു പറയാട്ടോ, ഞാനോ ഞാനൊരു അടുക്കളയിൽ ഉണ്ടായിരുന്നു. എന്താ അടുക്കള നീ 6 എണ്ണ ഉണ്ടാക്കണം ഒരു തെറി പറഞ്ഞു. എന്നാ ദേഷ്യം, എന്നാ ദേഷ്യം നിൽക്കട സാറിന് എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ശരിക്കും ഇവനെ ആശ്വസിപ്പിച്ചിട്ട് പുള്ളി, അതാ ഞാൻ ചോദിച്ചത്. അവിടെ ഓരോ മൂലിക്കും പോയി പറഞ്ഞ പുള്ളി ഞാൻ പുറത്ത് പോയിട്ടോ. ഇവ 2 മിനിറ്റ് നോക്കി എന്നോട് പറയണേ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. അത് ഞാൻ മതി, നീ എനിക്കൊണ്ട് ക്ഷമിച്ചല്ല. നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്ന രീതി ഞാൻ നമ്മൾ സംസാരിക്കല്ല, കുറ്റം പറയാന്ന് പറഞ്ഞു. നീ ഞാനോട് ഇരുന്നാൽ ആരെ പറ്റിയെങ്കിലും നിനക്ക് കുറ്റം കേട്ടോണ്ട് ആൾക്കാരൊക്കെ കാണുന്നില്ലേ, അവരറിയട്ടെ നിന്നെ പറ്റി. കുറച്ചേലും ആൾക്കാർ അറിയട്ടെ. ഇതിന്റെ പേരെന്താ പറയുമോ? ഇതിന്റെ പേര് വിശുദ്ധ ഗോസിപ്പ്. ഗോസിപ്പുകൾ പറയണം, നമുക്ക് ആർക്കും ഒരു തട്ടലും ഇല്ലാതുള്ള ഗോസിപ്പുകൾ പറയാം. അച്ഛാ, ലൈഫിൽ ഏറ്റവും നല്ല ഉപദേശങ്ങൾ തന്ന ഒരു വ്യക്തി ആരാണ് അച്ഛാ? ഈ ഭയങ്കരമായിട്ടുള്ള ഉപദേശം ഒറ്റ വാക്കിൽ ഉപദേശിച്ച ഒരാളുണ്ട്. അത് നീ തന്നെ. അത് ഞാൻ ഒരേ സമയം 4 സീരിയൽ ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് ഞാൻ അതിൽ ഒരു സീരിയൽ ഡേറ്റിൽ അങ്ങനെ ക്ലാഷ് ആകുന്നുണ്ട്. ഒരു സീരിയൽ വിട്ടു. ഒരു സീരിയൽ വിട്ട് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് വേറെ സീരിയൽ ടക്കെന്ന് വേറൊന്ന് ഇഷ്യൂ കൊണ്ട് വേറെ സീരിയൽ നിന്നോയി, സ്റ്റോപ്പായിപ്പോയി. പിന്നെ എനിക്ക് 2 സീരിയലുള്ളൂ. ഈ 2 സീരിയലിനകത്ത് ഒരു സീരിയൽ കഴിഞ്ഞു. പിന്നെ എനിക്ക് ഒരു സീരിയലുള്ളൂ. ആ സീരിയലിൽ എന്തോ ട്രാക്ക് മാറി വന്ന സമയത്ത് എനിക്കാകെ 4 ദിവസം ഡേറ്റ് ഉള്ള. അപ്പോൾ ഞാനിങ്ങനെ പ്രാവശ്യം നീ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നീനോട് ചോദിച്ചാൽ അച്ഛനെ വേറെ ഒന്നും വിളിച്ചില്ലായിരുന്നു. ഞാൻ പറഞ്ഞാൽ ഇല്ലടാ, ഒന്നും ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നൊന്നും ആയില്ലെന്ന് പറഞ്ഞു. അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടില്ലേ ഒരു ദിവസമൊന്നും വീട്ടിരിക്കണമെന്ന്? ഞാൻ പറഞ്ഞു പിന്നെ ഒത്തിരി ആഗ്രഹിച്ചിട്ടില്ലേ 2 ദിവസം മുന്നൂറോടെ കളിക്കണം എന്നൊക്കെ? ഞാൻ പറഞ്ഞു പിന്നെ പണിയുള്ള സമയത്ത് പണിക്ക് പോകണമായിരുന്നു. ആ സമയത്ത് ഒരു മണി കുണഞ്ഞ ആഗ്രഹിച്ചിരുന്ന ഇതുപോലെ വീട്ടിലിരിക്കേണ്ടി വരും. ഞാനിപ്പോഴും ഓർക്കും. ഇത് ചിലപ്പോഴൊക്കെ 3 വർക്കൊക്കെ വന്നൊക്കെ നല്ല തിരക്കായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പം പറയണം നിർത്തും, ഉറങ്ങാൻ പറയാൻ ഞാനങ്ങ് വിഴുങ്ങും. കാരണം നീ എന്ന് പറഞ്ഞതിൻ്റെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു സീൻ, അതായത് എനിക്കിപ്പോഴും മനസ്സിനകത്ത് ടച്ച് ചെയ്തൊരു സീനുണ്ട്. അത് നമ്മൾ വരാപ്പുഴയിൽ അച്ഛാ അമ്മയെക്കുറിച്ച് പറയുന്നൊരു സീനുണ്ട്. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ എന്താ വെച്ചാൽ ഭയങ്കരമായിട്ടാണ് നിങ്ങൾ പറയുന്നത് സംഭവം. അത് ഞാൻ ഭൂമിയിൽ നമ്മൾ ആദ്യം കാണുന്ന ദൈവം എന്ന് പറയുന്നത് അമ്മയാണ്. അതൊക്കെ ഇത് പറഞ്ഞ് വീട്ടിൽ വിളിപ്പിക്കാനുള്ള പരിപാടി നോക്കണ്ട. അല്ലല്ല, കാര്യം പറഞ്ഞ ഇത് ഞാൻ പറയാൻ പോകുന്ന സീരിയസ് ആയ മാറ്ററാണ്. നമ്മൾ അമ്പലങ്ങൾ, പള്ളികൾ, മോസ്ക് എന്നൊക്കെ പലതരം പറയുന്നുണ്ട്. പക്ഷെ അവരാരും നമ്മളെ കണ്ടിട്ടില്ല. നമുക്ക് മുൻപേ ഉള്ള ആളുകൾ പറഞ്ഞിരുന്നത് നമ്മൾ വിശ്വസിച്ച് ചെയ്യുകയാണ്. പക്ഷെ നിന്റെ ജീവിതത്തിൽ നീ കണ്ടേക്കുന്ന ദൈവം എന്താണ്? നിനക്ക് അന്നം തന്നേക്കുന്നത്, നിനക്ക് വസ്ത്രങ്ങൾ തന്നേക്കുന്നത്, നിന്റെ വിഷമങ്ങളിൽ കൂടെ നിൽക്കുന്നത്, നിന്റെ വേദനയിൽ നിനക്ക് ഒരു സാന്ത്വനമായിട്ട് നിൽക്കുന്നതൊക്കെ ആരാണ്? നിനക്ക് വേണ്ടി ഉറക്കളയ്ക്കുന്നത്, ഇല്ല നമ്മളിപ്പം കുഞ്ഞിലെ കിടന്ന് മൂത്തൊഴിക്കുന്നു, ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നതൊക്കെ നമ്മൾ നോക്കുന്നതൊക്കെ ആരാണ്? അമ്മയല്ലേ? നമുക്ക് ശരിക്കും നമുക്ക് ദൈവം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാവുന്ന ആള് അമ്മയാണ്. ചില കാര്യങ്ങൾ അച്ഛന്മാരുണ്ട്, അച്ഛന്മാരില്ലെന്നല്ല. ഞാൻ കണ്ട എൻ്റെ ദൈവം എന്ന് പറഞ്ഞത് സത്യമായിട്ടും പറഞ്ഞു, ഇതൊരു ഭംഗിവാക്ക് പറഞ്ഞല്ലോ, എൻ്റെ അമ്മയും ഇപ്പം എൻ്റെ ഭാര്യയാണ് ഞാൻ കാണുന്നുണ്ട് ദൈവങ്ങളെന്ന് പറയുന്നത്. കാരണം എൻ്റെ ഇപ്പം നമുക്ക് നിനക്കറിയാം അഭിനയമാണ് നമ്മുടെ ഇത്. ചിലപ്പോൾ നമുക്ക് ഫാമിലി നോക്കാൻ പറ്റുന്ന വരില്ല. നമ്മൾ ഇപ്പോൾ ഷൂട്ടിനൊക്കെ വേറെ സ്ഥലങ്ങളിൽ ഇപ്പോൾ 10-20 ദിവസം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരും. അപ്പോൾ എൻ്റെ കുടുംബം നോക്കുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നത് എല്ലാം എൻ്റെ വൈഫാണ്. പിന്നെ എൻ്റെ അമ്മ കഴിയുമ്പോൾ പിന്നെ ഞാൻ കണ്ടൊരു ദൈവം എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫാണ്. ഇപ്പോൾ അമ്മ ലൈഫിൽ മിസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. എന്നോടുള്ള ഇഷ്ടക്കേടെന്ന് വെച്ചാൽ നീ 10 ഉടായിപ്പാന്നുള്ള ഇഷ്ടക്കേടുള്ളൂ. നീ വാ തുറന്ന ഇപ്പൊ നീ എവിടെ നിർത്തി ടോപ്പിക് എന്ന് പറഞ്ഞാൽ മറ്റേ നീ ഇപ്പൊ തിരുവനന്തപുരത്തുണ്ടെന്ന് പറഞ്ഞാൽ നിന്നെ കൊച്ചി കണ്ടിട്ടാക്കി നിന്നെ വിളിക്കുന്നത്. എവിടെയാടാ വെച്ചാൽ ഞാൻ തിരുവനന്തപുരത്തുണ്ട് വെച്ചാൽ ഇന്ന സ്ഥലത്ത്. അപ്പൊ ഈ പ്രതി റെയിൽപാളം അവിടെ നിൽക്കുന്ന അതാരാ അത്? കട്ടിയിട്ട് പിന്നെ ഭയങ്കര ഊരുള്ള അവിടെ കിടന്ന് ഒന്നും പറയണ്ട ചെയ്യും മരിച്ചത്.
പിന്നെ ഇപ്പം അമ്മച്ചാരിലെ പറഞ്ഞു വന്നു. അമ്മച്ചിക്ക് വേറെ അതർ സൈഡ് ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് അബദ്ധങ്ങൾ കാണിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ആളായിരുന്നു എൻ്റെ അമ്മച്ചി. അതായത് ഞങ്ങളൊരു കസിൻ, ഇതാർക്കും അറിയത്തില്ല കേട്ടോ, എൻ്റെ വൈഫിന് അറിയാവുന്നൊരു കഥയാണ്, വേറെ അറിയത്തില്ല. അപ്പോൾ ആ അമ്മാമ്മ മാത്രമേ ഇവിടെ ഉള്ളൂ, മക്കളൊക്കെ പുറത്താണ്. അപ്പോൾ അമ്മാമ്മ സീരിയസ് ആയി, പ്രായാധിക്യം കൊണ്ട് സീരിയസ് ആയി, മരിക്കുന്ന അവസ്ഥയിലെത്തി, ICUവിലാണ്. സീരിയസ് ആയി, നമുക്കൊന്നും ചെയ്യാനില്ല, 80-82 വയസ്സായി മരിക്കും. അപ്പോൾ അമ്മച്ചിയുണ്ട്, അമ്മച്ചിയുടെ ചേച്ചിയുണ്ട്, ഇവർ കസിൻസ് എല്ലാം കൂടെ ഈ റൂമിലിരിക്കുക. അപ്പോൾ റൂമിലിരിക്കുമ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ ഗ്ലാസ്സിൽ കൂടെ കാണുന്നത് ഇങ്ങനെ കൈ പിടിക്കുന്നു, ഇങ്ങനെ പറയുന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര, അതായത് അമ്മച്ചിയൊക്കെ കൂടെ മരിക്കും നമുക്ക് തോന്നും, അത്ര ഇതാണ് വെളിയിൽ നിന്ന് കാണുന്നത്. അപ്പോൾ ഈ പുറത്തുനിന്ന് ഈ അമ്മാമ്മയുടെ ഒരു മകൻ എന്നെ, അല്ലെങ്കിൽ മകള് എന്നെ വിളിച്ചു. പേരടാ ഞാൻ, എനിക്കിതൊന്നും പെട്ടെന്ന് പറയാൻ അറിയില്ല, പക്ഷെ നമുക്ക് ഞാൻ ഭയങ്കര സെന്റിമെന്റൽ എന്നൊക്കെ. അപ്പം എനിക്കത് നമ്മൾ ചിലപ്പോൾ ജഗദീഷ് ചേട്ടനൊക്കെ എന്നൊക്കെ അറിയുന്ന പോലെ മൂങ്ങുന്നു കൂടെ. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ അമ്മച്ചിയെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ സിറ്റുവേഷൻ പറയാനായിട്ട് സീരിയസാണ്. അപ്പം ചെന്ന് ഡോറ് തുറക്കുമ്പോൾ കേൾക്കുന്നതെന്ന് വെച്ചാൽ അമ്മച്ചി ഭയങ്കര ഭീകരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് ചാക്കോച്ചൻ ഈ ജീപ്പ് എടുത്തത് ശരിക്കും പറഞ്ഞാൽ തമ്പിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ചാക്കോ ജീപ്പ് അതിലെ ഇറക്കുന്നതിന് തമ്പി ഇതിന് മുടക്കം പറയുന്നത്, അല്ലാതെ അവന് അത് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമോ. അപ്പോൾ അമ്മച്ചി എന്തോ പറഞ്ഞു, ഭയങ്കര ഭീകരമായിട്ട് സംസാരിക്കും. ഞാൻ ചെന്നിട്ട് ഈ ഫോൺ കുത്തിപ്പിടിച്ചിരിക്കുക, മുച്ചി എന്താ ചേച്ചി വിളിക്കും. അമ്മച്ചി സ്റ്റക്കായിട്ട് വരാൻ പറഞ്ഞു, ഫോൺ മേടിച്ചു. അപ്പോൾ അതുവരെ അമ്മ ചിരിച്ചു വിളിച്ചിരിക്കുക. ഫോൺ മേടിച്ചിട്ട് ഒറ്റ ഏങ്ങില്ല അമ്മ, ഞാൻ ഞെട്ടിപ്പോയി ശബ്ദം. അമ്മച്ചി ഏങ്ങനെ വെച്ചിട്ട്, അവളെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥന, ഞങ്ങളെല്ലാവരും. അമ്മച്ചിക്ക് പൊട്ടിക്കര കേട്ടോ. മറ്റവരും കൂടെ ഉള്ളത് സൈലൻ്റായി, ഭയങ്കരമായിട്ട് ഇങ്ങനെ അറ്റൻഷൻ ആയിട്ടിരിക്കും. അപ്പം ഞങ്ങളുണ്ട്, എന്തുകൊണ്ടും കുഞ്ഞ് വിളിക്കുക കേട്ടോ, വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ഫോൺ കട്ട് ചെയ്തിട്ട് എന്നിട്ട് പറഞ്ഞു. എന്നിട്ടേ ചാക്കോടെ പറമ്പിൽ കൂടെ തന്നെ തമ്പി ചീപ്പറക്കി. സത്യപ്പെടാ. പിള്ളേരൊക്കെ അച്ചായൻ്റെ ഒരു പപ്പാസ് മോനാണോ, അതോ എങ്ങനെയാണ് അവരുടെ പുതിയ ഫോൺ അഡിക്റ്റ് ആണോ അവരൊക്കെ? പിള്ളേരൊക്കെ ഇപ്പോൾ അത് എന്താണ്, നമ്മൾ കുഞ്ഞുങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. ഇടയ്ക്ക് ഈ കൊറോണ വന്ന സമയത്ത് ഈ ക്ലാസ്സിൽ പോകാതെ വന്നപ്പോൾ ഇതെല്ലാം ഓൺലൈൻ ക്ലാസ്സുകൾ വന്നല്ലോ. അങ്ങനെ നമ്മൾ തന്നെ നിർബന്ധമായിട്ട് ഫോൺ വാങ്ങി കൊടുക്കേണ്ടി വന്നു. ഭയങ്കര ഇത്. ഇപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയണത് മാറ്റി വെക്കാൻ പറഞ്ഞാൽ അവർ പറയും, മിക്ക ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇതിലോട്ട് അയച്ചു തരുന്ന ടീച്ചർമാർ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഈ ഫോണിലേക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പഴയ കാലമൊക്കെ നല്ലതായിരുന്നില്ലേ ഇത്? നമ്മുടെ പഴയ കാലം എന്ന് വെച്ചാൽ നമുക്കൊരു അവധി കിട്ടുമ്പോൾ നമ്മളപ്പം തന്നെ ഒരു മടല് ചെത്തിയെടുത്ത് ക്രിക്കറ്റ് ബാറ്റ് ആക്കുന്നു, കുറേ പേപ്പർ ചുറ്റി അതിൽ കല്ല് വെച്ച് ചുറ്റി കെട്ടി പന്താക്കുന്നു, അപ്പോഴേ ക്രിക്കറ്റ് കളിക്കുന്നു, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്നു. നമ്മൾ മാവേ കല്ലെറിഞ്ഞ് 2 മാങ്ങ നമ്മൾക്ക് കിട്ടിയ എന്റർടൈൻമെന്റുകൾ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്ന എന്റർടൈൻമെന്റ് അതാണ്. അവർക്ക് ഫോണിൽ ഇതെല്ലാം ഉണ്ട്. അവന്മാരെ വളർത്തുന്ന ഒരു സ്റ്റൈല് അത് ഞാൻ അവരോട് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് 50-ലാണ് മാർക്കെങ്കിൽ 25-ന് മേളിൽ മേടിച്ചാൽ മതി. പിന്നെ അവരോട് ഞാൻ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, നമ്മൾ ആ കഴിക്കുന്ന പാത്രം കഴുകി വയ്ക്കണം, ആഹാരം കഴിക്കുന്ന പാത്രം കഴുകി വെക്കണം. മൂത്ത ആളുകളോട് സംസാരിക്കുമ്പോൾ റെസ്പെക്റ്റോടെ സംസാരിക്കാവുള്ളൂ. ഒരാളെയും പറ്റിക്കാനോ അല്ല ഒരാളെ മോഷ്ടിക്കാനോ അങ്ങനെ ആൾക്കൊന്നും നിൽക്കരുത്. നീ അധ്വാനിച്ച് ചെയ്യുക. ന്യൂസ് ചാനലൊക്കെ എന്താ വെച്ചാൽ സീനാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ മ്യൂസിക് ഡയറക്ടറെ കൊണ്ടുവന്നു. അല്ല ഇപ്പൊ ആളുകൾക്ക് ഇതെല്ലാം കച്ചവടമായില്ലേ. ഇപ്പൊ സത്യസന്ധമായ സീരിയസ് ആയിട്ട് ഇത് ഓഫ് ടോപ്പിക് അല്ല, ഇത് ഇങ്ങനെയുള്ള കോണ്ടന്റുകൾ നമ്മുടെ കൊണ്ടുവരണോ വരരുതെന്ന് എനിക്ക് ആഗ്രഹമില്ല, പക്ഷെ പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തിനാണ് ന്യൂസ് ചാനലുകളിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടുന്നത്? അത് കാണുന്ന ആളുകൾക്ക് ആ ഒരു ഇമ്പാക്ട് ഫീൽ ചെയ്യാൻ. ഇമ്പാക്ട് അല്ല, ഇത് മൈൻഡ് ഫക്ക് എന്ന് പറഞ്ഞൊരു വേർഡാണ് ഞാൻ മനസ്സിലാക്കിയത്. കാര്യം എന്നാ ലോറി അടിയിൽപ്പെട്ട ഒരു സമയമുണ്ടല്ലോ, മണ്ണിന്റെ അടിയിൽപ്പെട്ട, നമ്മൾ കേരളത്തിലുള്ള എല്ലാവരും ടിവിയുടെ ഫ്രണ്ടിൽ അർജുൻ്റെ ഇവന്മാരിത് സംഭവം സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടും. അരമണിക്കൂർ മുമ്പേ മറ്റേ കരസേന വന്നു, സ്കൂബ ഡൈവ് വന്നു. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് വെറുതെ മാർക്കറൊക്കെ വെച്ച് മാർക്ക് ചെയ്യുന്നു പരിപാടി. ഇത് ഞാൻ കുറ്റം പറയുന്നതല്ല. വീട്ടിൽ എൻ്റെ പപ്പയൊക്കെ സാധാരണക്കാരൻ. എൻ്റെ അടുത്ത് ഞാൻ ഒരു ചാനൽ ഇങ്ങനെ ഇട്ടപ്പോൾ അതിട്ടിരുത് ടെൻഷനാവും. ഇവരെല്ലാം ഈ പറയുന്ന കണക്ക് ഇതൊക്കെ കാണുന്നതല്ലേ പിള്ളേരൊക്കെ. എന്താണെന്ന് അറിയാമോ, ഇപ്പം ഇതെല്ലാം ബിസിനസ്സാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് നിനക്കാണ് ജീവിക്കാൻ പണം വേണം, എന്നാൽ എനിക്കും വേണം.
ഇപ്പോൾ ഇതെല്ലാം ബിസിനസ്സാണ്. ഇതിനകത്ത് നമുക്ക് TRP റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം ചാനൽസിനെല്ലാം റേറ്റിംഗ് ഉണ്ട്, ന്യൂസ് ചാനലിനുണ്ട് റേറ്റിംഗ്. പക്ക നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് വെച്ചാൽ ഇപ്പൊ നമ്മുടെ വിപ്ലവകരമായിട്ടുള്ള ദിവസങ്ങൾ വരത്തില്ലേ, അതായത് ഇനിയിപ്പോ വാറ്, പിന്നെ നമ്മുടെ മണ്ണിടിപ്പ്, ഇങ്ങനെയൊക്കെ വരുന്ന ടൈമിലൊക്കെ ഇവന്മാരുടെ ആ ഒരു ഓളി വെച്ചിട്ട് കൂടും, ഒരു ടെൻഷനാവും. ഒരു കുഞ്ഞുണ്ടാവുന്നതും കുഞ്ഞു മരിക്കുന്നതും എല്ലാം ഇപ്പൊ കമന്ററി പറയുന്ന പോലെയാണ്. അങ്ങനല്ലേ നീ കാണുന്നതല്ലേ? ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പണ്ട് അങ്ങനെ കണ്ടേക്കുന്നപ്പോഴാണ് ഫുട്ബോൾ മാച്ചിന്റെ കമന്ററി പറയുമ്പോഴായിരുന്നു നമ്മളത് കേട്ടുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ വോട്ട് എണ്ണുമ്പോഴായിരുന്നു നമ്മളത് കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പം എല്ലാം അങ്ങനെയല്ലേ? ഒരു 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 കുഞ്ഞിൻ്റെ ആണെങ്കിലും അല്ല, അപ്പോൾ ആരുടെയാണ് ഒരു ഡെഡ് ബോഡി കുഴിച്ചെടുക്കുന്ന പോലും അവരെങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. മറ്റു പേര് ഇപ്പോൾ മത്സരിക്കാനുണ്ട്. പണ്ട് നമ്മൾ കാണുന്ന ഒരു ദൂരദർശൻ ചാനലാണ്, അന്ന് അതേ ഉള്ളൂ. ഞാനാണെങ്കിലേ ഇത് സംഭവം പ്രതികരിക്കണമെന്ന് വിചാരിച്ച് ഞാൻ കമന്റ് ടൈപ്പ് ചെയ്യാറുണ്ട്. ടൈപ്പ് ചെയ്തിട്ട് പിന്നെ അതേ കണക്കിന് ബാക്ക് ഇടും. ഞാനിത് പേടിച്ചിട്ടല്ല, നമ്മളിത് വെറുതെ അതല്ല, ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ലടാ. ഏറ്റവും വലിയൊരു ഇൻസിഡന്റ് ഞാൻ പറഞ്ഞുതരാം. പ്ലെയിൻ എയർ ഇന്ത്യയുടെ ഒരു മലയാളി, ഞാൻ ആരെ പേര് മെൻഷൻ ചെയ്യുന്നില്ല, ആ വീട്ടിൽ കുഞ്ഞ് വരാൻ നേരത്ത് മൈക്ക് എടുത്തിട്ട് അതിൻ്റെ റിയാക്ഷൻ എടുത്ത് കൊണ്ടുവച്ച് കൊടുത്തിട്ട് അമ്മ മരണപ്പെട്ട. ഇതൊക്കെ എന്താണ് ചെയ്തത്? ഇതൊക്കെ എനിക്ക് മനസ്സിലാവും. അതെന്നറിയാമോ, ഇവർക്കെല്ലാം ഇപ്പോൾ ടാർഗറ്റ് ബേസ്ഡ് ആണ് എല്ലാവരും ജോലി ചെയ്യുന്നത്. പുതിയ കണ്ടന്റുകൾ ഉണ്ടാക്കിയെടുക്കണം, ആളുകളിലേക്ക് എന്ത് കൊടുത്താലും ഒരു പുതുമ. ഇപ്പൊ നീ അത് നിനക്ക് ഫീൽ ചെയ്യുന്നു പറഞ്ഞില്ലേ, ഇതൊക്കെ മടുക്കുമോ? അത് കണ്ട ചാടി അതിലേക്ക് വീഴുന്ന ആളുകളുണ്ട്, പുതുമ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ വാർത്ത കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എത്രയോ പേര് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, മറ്റേ ഒരാൾ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ എന്താ അയാളുടെ കാര്യം, പുള്ളി മരിച്ചു എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് അവർക്ക് ഇയാളുടെ വെറുപ്പുണ്ടായിട്ടല്ല, എന്തെങ്കിലും ഒരു പുതിയ സംഭവം ഉണ്ടാവണം. അപ്പോൾ നെഗറ്റിവിറ്റിയാണ് കൂടുതലും മാർക്കറ്റ് ചെയ്യുന്നതല്ലേ. ഞാൻ ഓക്കെ ഭയങ്കര സീരിയസ് ടോക്കായി ഇപ്പോൾ അത് വിട്. ഓക്കെ, ഞാനൊരു ദിവസം ഡബ്ബിങ് സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം നിങ്ങൾ യാത്ര പറഞ്ഞിട്ട് പോയി, ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ശബ്ദം, ആരാ വെളിയിൽ ഭയങ്കര ചീത്തോളി കിടക്കുന്നു, തെറിയോട് തെറിയ. ഞാൻ അച്ഛൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നത്. ഞാൻ ഇറങ്ങി വന്നു നോക്കുമ്പോൾ ദാവീദായിട്ട് അവിടെ കിടന്ന് പരത്തെറി. ചുറ്റും നോക്കിയപ്പോൾ ആരുമില്ല. മഴയാണ് നിങ്ങൾ തെറി വിളിക്കുന്നത്. നിങ്ങൾ മഴയായിട്ടൊന്നും ഇത്ര ശത്രുത, അത് പറ. അതായത് അറിയാമോ, മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മഴ പല അവസരങ്ങളിൽ എൻ്റെ യാത്രകൾ മുടക്കുക. അത് അന്ന് നീനോട് ഞാൻ പറഞ്ഞു, അതിനറിയാം, അന്ന് വണ്ടി എടുത്തിട്ടില്ല, ഞാൻ ട്രെയിന് പോകാൻ നിൽക്കുകയാണ്. മഴ പെയ്തിട്ട് എനിക്ക് ഒരു വണ്ടിക്കാരൻ വരുന്നില്ല. ഞാൻ എന്തു വെച്ചാൽ ആരെ കിടന്നു എന്നെ എന്ന് നനച്ചിട്ടുള്ളടാ. ഞാന് മറ്റേ പ്രകൃതി നിയമം ഒരു സാധനം ഉണ്ട് വെച്ചാ, നമ്മള് മഴ പെയ്യുമെന്ന് പറഞ്ഞ് നമ്മള് കോട്ടിട്ടോണ്ട് ധരിച്ചോണ്ട് പോവാന്ന് വെച്ചാൽ പെയ്യൂല. ചൂടെടുത്ത് ഇത് എടുക്കാതെ പോയോ ഷഡ്ഡി വരെ പിടിഞ്ഞു. അതൊന്നും ഞാൻ എപ്പോൾ ജോലിക്ക് ഇറങ്ങിയതായിരുന്നുണ്ട്. നമ്മൾ ടൂ വീലറിൽ പോകുന്ന സമയത്ത് കറക്റ്റ് പകുതി അടിക്കും മഴ പെയ്യും. അപ്പം നമ്മൾ എന്തെങ്കിലും മീറ്റിംഗ് അർജന്റൊക്കെ ആയിരിക്കും, ഞാൻ അവിടെ ചെന്നിട്ട് മുഴുവൻ ചീത്ത കുറവായിരുന്നു കേൾക്കണം. ചിരി, നമ്മളെ ഒരാൾ ചിരിക്കുവാണ്, അത് എത്രത്തോളമാണ് നിങ്ങൾക്ക് മുഖത്തോട്ട് തോന്നുന്നത്? അല്ല, അത് ഞാൻ പലപ്പോഴും ഞാൻ ഈ ചില സ്ഥലങ്ങളിൽ ചില ആളുകളെ കാണുവേ. അപ്പോൾ നമ്മളൊരു ചിരിയിൽ പല പ്രശ്നങ്ങൾ ഒഴിവാകും. നമ്മളിപ്പോൾ ഒരു വണ്ടി ഇപ്പോൾ നമ്മൾ റോങ് സൈഡ് കയറിപ്പോന്ന് വിചാരിച്ചു, ഇപ്പോൾ കയറേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി, അവിടുന്ന് ഒരാൾ ദേഷ്യപ്പെടാൻ വരുമ്പോൾ നമ്മളൊരു സോറി പറഞ്ഞ് തിരിച്ചാണ്ടല്ലോ, അല്ല പറയില്ല നമ്മളെ. പക്ഷെ നമ്മൾ അതെന്തോ കുറച്ചിലായിട്ട് കാണും. ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ഒരാൾ ചിരിച്ചാൽ ചിരിക്കാൻ നിൽക്കും. അതേ പറഞ്ഞു നമ്മളൊരു വേറൊരു വേർഷൻ ഉണ്ടല്ലോ അച്ഛാ, സീരിയലൊക്കെ കാണുന്ന ആൾക്കാരായിരിക്കും, അച്ഛനെ അറിയുന്നതായിരിക്കും, വെയിറ്റ് ഇടും. അങ്ങനെയുള്ള ഒരാളുണ്ട്, എവിടെയോ കണ്ടിട്ടുണ്ട്. അല്ല, ഞാൻ എൻ്റെ നാട്ടിലൊരു കൂട്ടുകാരനെ ഒരുമിച്ചൊക്കെ കളിച്ചിട്ടുണ്ട് ഞങ്ങൾ പല ക്ലബ്ബുകളിൽ കളി. അപ്പം അങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടപ്പോഴേക്കും ഇപ്പം പെട്ടെന്ന് അവിടെ പറയാണ്, നിന്നെ ഏതോ സീരിയലിൻ്റെ പുറകെ നിൽക്കുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞു. സീരിയലിൻ്റെ പുറകെ നിൽക്കുന്നുണ്ടോ? ഏത് സീരിയലാണ്? അപ്പോൾ ഇന്ന സീരിയലായിരുന്നു. ഞാനങ്ങനെ കണ്ടിട്ടില്ല നിൻ്റെ സീരിയലൊന്നും. നിൻ്റെ നമ്പർ മാറിയോ? അപ്പോൾ ഇല്ല, ഇന്ന നമ്പർ. അന്ന് വൈകിട്ട് അളിയ എൻ്റെ കൊച്ചിന് നിന്നെ കാണുന്നത് ഭയങ്കര ആഗ്രഹം, ഒന്ന് വീഡിയോ കോൾ വന്നടാ, എൻ്റെ അമ്മായിമ്മയൊക്കെ കൊണ്ടിരിപ്പുണ്ടേ, ഇവരൊക്കെ നിൻ്റെ ഭയങ്കര ഫാനാന്ന്. എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ എന്ന്. നാണക്കേറാണ് പിന്നെ ഇവൻ ഈ പരിപാടിക്ക് നമ്മൾ നിൽക്കണല്ലേ, പിന്നെ സ്ഥിരമാവും. അളിയ എൻ്റെ കൂട്ടുകാരൻ രമേശ് ചേടാ, അവന് ഫാമിലി ഒന്ന് വിളിച്ചടാ, ഒന്ന് അങ്ങനെ. കള്ളുകൂടി കുറയ്ക്കുമ്പം കമ്പനികൾ കുറയില്ലേ? അത് തീർച്ചയായിട്ടും. അത് പണ്ടും പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, മദ്യം വാങ്ങിച്ചിടാൻ ആളുണ്ടാവും, നമുക്ക് മറ്റ് കാര്യങ്ങൾക്ക് ആളുണ്ടാവും. 2000 രൂപയുടെ ആവശ്യമുണ്ടെന്ന് വെച്ചോ, എല്ലാവരും ടൈറ്റാണ്. എല്ലാവരും ടൈറ്റ് ആയിരിക്കും. പക്ഷെ നമ്മളൊരു 4000 രൂപയൊക്കെ ആയിരിക്കും കമ്പനിക്കകത്ത് കുടിക്കുന്നത്. അതെ. അപ്പം ചില ആൾ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഭയങ്കര നല്ല മനസ്സാണ്.
അവൻ്റെ പ്രശ്നം വെച്ചാൽ രണ്ടെണ്ണം അടിച്ചു കഴിയുമ്പോൾ ആരാണ് കൂടെ ഉള്ളത് അവരെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങാണ്. അപ്പോൾ ഫ്രണ്ടോടുണ്ട്. അല്ല അവനിപ്പോൾ പല പ്രശ്നങ്ങളും ഇപ്പോഴത്തേക്ക് അവനിതുപോലെ തന്നെ അപ്പം പരിചയപ്പെട്ട ഒരാളായിരിക്കും, ആ കമ്പനിയിൽ വന്ന ഒരാളായിരിക്കും. അയാൾ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം ഇവൻ അതിന് അയാളൊക്കെ സഹായിക്കാനായിട്ട് മുന്നിട്ട് ചാടി ഇറങ്ങി എല്ലാം ഏറ്റ് പുള്ളി തന്നെ വള്ളി പിടിച്ച് എങ്ങനെ കളിച്ചാൽ 1.5 ലക്ഷം കടവാക്കിയ പുള്ളി എന്ന് മാറുള്ളൂ. അങ്ങനെയുള്ള ആളുകളുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത് കള്ളുകൂടി കാരണം. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, നമ്മളെ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ആ ലഹരി എന്ന് പറയുന്ന സാധനമായി നമ്മൾ ലഹരി നല്ലതിലേക്ക് ആ ലഹരി ആയാൽ നല്ലതാണ്. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 2 അടിച്ചു കമ്പനിക്ക്, ഓക്കെ കുഴപ്പമൊന്നുമില്ല. ഇത് മറിയുന്നതാ കണക്ക്, അടിച്ച് അനാവൃതയാവും. എനിക്ക് സ്ഥിരമുള്ളതാണ്. ചില ടീഷർട്ട് ഇട്ടാൽ അന്ന് കള്ളുകൂടി ഉറപ്പാ. അത് കണക്ക് തന്നെ ചില ബ്രാൻഡുകളുണ്ട്, അത് കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വള്ളി എവിടുന്നേലൊക്കെ വരും. പിറ്റേന്ന് രാവിലത്തെ കാര്യം ആലോചിച്ച പിന്നെ തീർന്നു. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇത് മാക്സിമം നെഗറ്റീവ് എനർജി നമ്മൾ കളയണം. അത് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്തെന്നുള്ളത്. മൈൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ വിളിച്ചല്ലേ ഊക്കുന്നത്. അങ്ങനെയുണ്ട്. പിന്നെ ഞാനൊരു കിട്ടിന് മുമ്പെന്ന് പറഞ്ഞൊരു വർക്ക് ഞാൻ അത് നന്നായിരുന്നു. ഞാൻ നിന്നോട് വിളിച്ച് പറഞ്ഞല്ലോ. കണ്ടോ? പിന്നെ എന്റെ കഥ പറയുന്നു. ഒരു കുപ്പി കൊണ്ട് വെച്ചിട്ട് മറ്റേ നിന്റെ അതിനോട് പറഞ്ഞല്ലോ അതുപോലെ നീ കല്യാണം വിളിക്കാൻ പോകുന്ന സീക്വൻസുകൾ അതൊക്കെ നിന്നോട് ഞാൻ സംസാരിച്ചില്ല. നല്ല രസമായിട്ട്. ഇത് ഞാൻ പ്രൊഫൈലിന് വേണ്ടി ചെയ്തതാണ്. എന്റെ കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് പ്രൊഫൈലിന് വേണ്ടി ചെയ്തത്. ഇതിന് ഞാൻ 2 ഷോ വെച്ച്, ട്രിവാൻഡ്രത്തും വെച്ച് കൊച്ചിയിലും വെച്ച്. എന്നിട്ട് സിനിമാക്കാരൊക്കെ വിളിച്ച് വരണം, ആരും വന്നില്ല. നീ എന്നെയും വിളിച്ചു, ഞാൻ എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കുറെ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷയോടെ ചെയ്യും. ഇത് നമ്മൾ കിട്ടാതെ വരാൻ നേരം നല്ല വശം. സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവരെ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. ഇവർക്ക് ഈ പറയുന്ന കണക്ക് ആകെ കിട്ടുന്ന പോസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ പോയി ചാൻസ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കഥ പറയാൻ പോകുമ്പോൾ ഒരു പ്രതീക്ഷയാണ്. ചില ഫാമിലിയിൽ ഇടപെട്ട് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. ഇവർക്ക് ഭയങ്കര നെഗറ്റിവിറ്റി ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് അച്ഛൻ കൊടുക്കാൻ പറ്റുന്ന ഉപദേശം എന്തായിരിക്കും? അല്ല, അത് അങ്ങനെയുള്ളവർക്കൊന്നും ഉള്ളതല്ല. അത് ആദ്യമേ ഞാൻ പറഞ്ഞു, നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നു പോകാന്നുള്ളൂ. അപ്പോൾ പുറകിൽ ഭയങ്കര കൂക്കുവിളികളുണ്ടാവും. ചിലപ്പോൾ ചിലർ കൈയടിക്കും, ചിലർ നമ്മൾ തിരിച്ചു വരാൻ പറയും. ഇതൊക്കെ നമ്മൾ നോക്കിയിരുന്നാൽ നമുക്ക് എങ്ങും എത്താൻ പറ്റില്ല. താങ്ക് യു സോ മച്ച് അച്ഛാ. അപ്പം നമ്മുടെ വൈൻഡപ്പിനുള്ള ടൈമായി. ഞാൻ വിളിച്ചപ്പോൾ തന്നെ നീ വന്നല്ലേ. എൻ്റെ പ്രേക്ഷകരോട് എന്താണ് അച്ഛൻ പറയാനുള്ളത്? പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവൻ്റെ ഒരു പുതിയ സംരംഭമാണ്, പിന്നെ ഡിവൈൻ ഗോസിപ്പ് എന്നുള്ളത്. ഇപ്പോൾ ആരും ഇങ്ങോട്ട് വരില്ലെന്നാണോ പറയുന്നത്? അല്ലല്ല, അതിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കണം. ചില ഈ ആക്ടർ വൈസ് ഇവന് കൊടുത്ത സപ്പോർട്ട്, അതിനു മേളിൽ ഇവൻ്റെ ഒരു പുതിയൊരു സംരംഭമാണ്. അപ്പോൾ അതിലേക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങൾക്ക് കാണാനുള്ള കുറച്ച് നല്ല മുഹൂർത്തങ്ങളും കുറച്ച് നല്ല കണ്ടൻറ്റുകളൊക്കെ ഇവൻ കൊണ്ടുവരും. കാരണം അതിനൊരു അങ്ങനെ ചെയ്യണം എന്നൊരു താല്പര്യമുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അത് ഞാൻ മുഴുവൻ പറയട്ടെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും കണ്ടന്റുകൾ കിട്ടും. കാരണം ഗോസിപ്പ് ഇഷ്ടം എഴുതുന്നത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ നമ്മുടെ ഈ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള കാര്യം പുള്ളി ഞാൻ എങ്ങനെയാണ് ജെന്യുവനായിട്ടാണ് അങ്ങോട്ട് പറഞ്ഞു. ഇതുവരെ ദാവിദ് ജോണെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ പോലത്തെ ഒരു പരിപാടി ആയിരിക്കും ഇത്. ഇങ്ങനെയാണ് നമ്മളല്ലേ ജാ? ഇങ്ങനെയല്ല, ഇതിനപ്പുറമാണ് നമ്മൾ. അത് തന്നെ, കുറച്ചൊക്കെ കട്ട് ചെയ്ത് കളയും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് തന്നാൽ നമ്മൾ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാറ്റും. പിന്നെ നമ്മളിങ്ങനെ അങ്ങ് പോവില്ലേ ചാ? പിന്നല്ലാതെ. അപ്പോൾ ഓക്കെ, അടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ ഫ്രം ബെന്നി ജോൺ ഡിവൈൻ ഗോസിപ്പ്.